മാക്സിമം സമയം കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലും. അതേ സ്ഥാനത്ത് വിദേശത്തൊക്കെ പല രാജ്യങ്ങളിലും അവർ എപ്പോഴും റിക്രിയേഷന് വേണ്ടി വീക്കെൻഡ്സ് ശരിക്ക് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. കാരണം ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിലും പുറത്ത് പല രാജ്യങ്ങളും ആയിട്ട് നമ്മൾ നോക്കുമ്പം നമ്മുടെ വർക്ക് കൾച്ചറിലുള്ള പ്രധാന ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ റിക്രിയേഷനൊക്കെ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു വേസ്റ്റേജ് ഓഫ് ടൈം ആണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. മാക്സിമം സമയം കൂടുതൽ വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലും. ഇന്ന് ചില കമ്പനികളൊക്കെ മാറി വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് വിദേശത്തൊക്കെ പല രാജ്യങ്ങളിലും അവർ എപ്പോഴും റിക്രിയേഷന് വേണ്ടി വീക്കെൻഡ്സ് ശരിക്ക് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. കാരണം റിക്രിയേഷൻ ഈസ് റീക്രിയേഷൻ എന്ന് പറയും. അതായത് എപ്പോഴും വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം വീക്കെൻഡ്സ് അതിനുവേണ്ടി മാറ്റിവെച്ചാൽ കൂടുതൽ റിക്രിയേഷന് സമയം കണ്ടെത്തിയാൽ എപ്പോഴും ഔട്ട്പുട്ട് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ഫ്രഷായിട്ട് വരാൻ പറ്റും. പല ആൾക്കാരും പുറത്തൊക്കെ ഉള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു ഫ്രൈഡേ ഒരു ആഫ്റ്റർനൂൺ ആയി കഴിയുമ്പോൾ പിന്നെ ഒരു സെലിബ്രേഷൻ മൂഡാണ്, ഒരു എൻജോയ്മെൻറ്റ് മൂഡാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ സാറ്റർഡേയും സൺഡേ ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞാലാണ് പിന്നെ അവരുടെ മൈൻഡ് തിരിച്ച് പലപ്പോഴും ചില ആൾക്കാർ വീട്ടിലെത്തുന്നത്. അവർ ടൂർ അടിക്കുക, എൻജോയ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് സമയം ചിലവാക്കുക, ഇതുപോലത്തെ ആക്ടിവിറ്റികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. വീണ്ടും എഗെയിൻ പക്ഷേ മൺഡേ ഓൺവേർഡ്സ് അവരെ ഒന്നിനും പിന്നെ കിട്ടുകയില്ല. മൺഡേ ഓൺവേർഡ് ആ നെക്സ്റ്റ് 5 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു കാര്യത്തിനും കിട്ടിയാൽ ഒരു ഫംഗ്ഷനും ഇല്ല, ഒന്നുമില്ല, ടോട്ടൽ കട്ട് ഓഫ്. അവർ ഡെഡിക്കേറ്റഡായിട്ട് വർക്കിൽ മാത്രം ഇൻവോൾവ് ചെയ്യും. ഇതാണ് അവിടുത്തേക്ക് പല രാജ്യങ്ങളിൽ ഔട്ട്പുട്ട് കൂടുതലുണ്ടാകാനുള്ള കാര്യം. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, റിക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീക്രിയേഷൻ എന്നും പറയാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ അവശതയാകുന്നത് കൂടാതെ ഇടയ്ക്ക് റിക്രിയേഷന് സമയം കണ്ടെത്തുക, കൂടുതൽ ഫ്രഷായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യുക, മാക്സിമം എല്ലുമുറിയെ പണിയെടുക്കുക എന്ന് പറയല്ലേ, എല്ലുമുറിയെ പണിയെടുക്കുക. അതോടൊപ്പം തന്നെ റിക്രിയേഷന് സമയം കണ്ടെത്തി വീണ്ടും ഫ്രഷായിട്ട് പൂർവാധികം ശക്തിയായിട്ട് വീണ്ടും അതിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ലെവലിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും പ്രാക്ടീസ് ചെയ്യേണ്ടത് മാക്സിമം ഔട്ട്പുട്ട്, അതായത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ടൈം വർക്ക് ചെയ്യുക എന്നുള്ളതിനൊക്കെ കൂടുതൽ ആവശ്യം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റെസ്പോൺസിബിൾ ആയിരിക്കുക, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കുക, കൂടുതൽ നന്നായി ഔട്ട്പുട്ട് ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക, വീണ്ടും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.